Hi guys, it's me Harsha Matthew. Welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സിറാജാണ്. അപ്പം സിറാജ് അബോധയുടെ പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കറന്റ് എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ എനിക്കുമുണ്ട്. സോ നമുക്ക് സിറാജിനെ വെൽക്കം ചെയ്യാം. ഹായ് സിറാജ്. ഹായ്. വെൽക്കം ടു Career Talks with Avodha. താങ്ക് യു. ഓക്കെ, ഇപ്പൊ സിറാജ് ഇപ്പൊ എന്താണ് കറന്റ് ചെയ്യുന്നത്? പ്രൊഫൈൽ ഒന്ന് പറയോ? ഓക്കെ, ഞാനിപ്പോ ഇൻട്രാക്ട് ഡിജിറ്റൽ ഹബില് ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻട്രാക്ട് ഡിജിറ്റൽ ഹബില് ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കറന്റ് വർക്ക് ചെയ്യും. ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ഇപ്പൊ കറന്റ് വർക്ക് ചെയ്യുവാണ് അല്ലേ? ഓക്കെ, ഗുഡ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഫാമിലി. ഓക്കെ, ഇതിന് എവിടെയാണ് സിറാജിന്റെ നാട്? എവിടെയാണ് പ്രോപ്പർ? എവിടെയാണ്? എന്റെ നാട് വരുന്നത് ആലുവയാണ്. ആലുവ തന്നെയാണ്, കൊച്ചിക്കാരൻ തന്നെയാണ് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് അവോധയിലേക്ക് എത്തിയത്? ഓക്കെ, എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിപ്പോ നിലവിൽ അവോധയിലേക്ക് എത്തിയത്. നിലവിൽ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. എന്നാണ് അഡ്മിഷൻ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? അത് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഞാൻ എന്റെ ഒരു ഫ്രണ്ടും കൂടി എവിടെയോ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ അവൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ ജോയിൻ ചെയ്യായിരുന്നു. ഇങ്ങനെ അവോധയെ പറ്റി. അപ്പൊ അവോധയെ പറ്റിയിട്ട് എന്തുവാ കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ ആ സമയത്ത്? ഒരു ഫസ്റ്റ് ഒരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ, അതെന്തായിരുന്നു? പ്ലേസ്മെന്റ് തന്നെയാണ്. പ്ലേസ്മെന്റ് ആണ് അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്തപ്പോ എന്തോ അപ്പൊ സിറാജ് പഠിച്ച ബൈ പ്രൊഫഷൻ എന്തായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചതാണ്. അത് ഫ്രീലാൻസ് ആയിട്ടിരുന്ന് പഠിച്ചത്, സ്വന്തമായിട്ടിരുന്ന് പഠിച്ചതാണ്. നിലവിൽ എനിക്കൊരു സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇവിടെ പഠിക്കുമ്പോൾ കൂടുതൽ പിന്നെയും പഠിക്കാൻ പറ്റും. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, പ്ലേസ്മെന്റ് കിട്ടും. ബെറ്റർ ആണ് എന്ന് തോന്നി ചൂസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പം ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഒരു സ്കിൽ നെസസറി ആയിട്ടുള്ള ഒരെണ്ണമാണ്, പ്രാക്ടിക്കൽ ആയിട്ട് ഒരുപാട് നമുക്ക് ചെയ്യേണ്ട ഒരെണ്ണമാണ്. അപ്പം അവോധയുടെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് അതൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്ത് പോയായിരുന്നോ? തീർച്ചയായിട്ടും. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസിന്റെ ഒരു സെക്ഷൻ ഒക്കെ ഒന്ന് പറയാം? ഈവൻ ക്ലാസിന്റെ സ്ട്രക്ചർ, എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിപ്പിച്ച് തരുന്ന ഒരു ക്ലാസ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടും ഏതൊരാൾക്ക് ഇപ്പൊ അറിയാത്തൊരാൾക്കാണെങ്കിൽ പോലും A to Z നമ്മൾ പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതിന്റെ ഒരു ഇതായിരുന്നു അത്. ഓക്കെ, അങ്ങനെയായിരുന്നു ക്ലാസ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് പറയാറുണ്ട്, ഈ ഫാക്കൽറ്റിയുടെ ഡെസ്ക്ടോപ്പ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാണ്, അങ്ങനെ നിങ്ങൾക്ക് കണ്ടു പഠിക്കാന്നൊക്കെ ഞങ്ങൾ ഈ സെയിൽ പിച്ചിൽ പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ശരിക്കും ക്ലാസ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, ഈ പറയുന്ന ടൂൾസ് ഒക്കെ എടുത്ത് കാണിക്കും അല്ലേ? അതെ അതെ. ഇപ്പോ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവില് എന്ത് ടൂള് കയ്യിലിരിക്കുന്നു എന്നുള്ളതിലല്ല, അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ അതിന്റെ ഒരു സ്കില്ലിന്റെ ഒരു ബേസിങ് വരെ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സിസ്റ്റം മാനഡറി ആണോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, ലാപ്ടോപ്പ് ഓർ സിസ്റ്റം? സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ പഠിക്കാനായിട്ട് സിസ്റ്റത്തിന്റെ ആവശ്യം വരുന്നില്ല. നമുക്കിപ്പോ മൊബൈൽ ഫോണിലാണ്, ഇപ്പൊ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അവർക്കാണെങ്കിൽ പോലും ഈ നിലവിൽ ഇത് പഠിക്കാൻ പറ്റും. പിന്നീട് ഇത് നമ്മൾ വർക്ക് ചെയ്ത്, ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത് സ്കില്ല് കൂട്ടാണ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ആവശ്യമായിട്ട്. അതിന് അസൈൻമെന്റ്സ് ഒക്കെ തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അസൈൻമെന്റ്സ് ഒക്കെ എത്രമാത്രം? അസൈൻമെന്റ്സ് ഉണ്ട് ഡെയിലി. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള അസൈൻമെന്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മളിനി നമ്മുടെ ലെവൽ എന്താണ് എന്നുള്ളത് ഒരു കാൽക്കുലേഷൻ നമുക്ക് തന്നെ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ എന്തൊക്കെ ടൂൾസ് ആയിരുന്നു ആക്ച്വലി ടച്ച് ചെയ്ത് വിട്ട അബോധ? A to Z എല്ലാ ടൂൾസും പഠിപ്പിച്ചു. അതിനകത്ത് എല്ലാ ടൂൾസും പഠിപ്പിച്ചു. എല്ലാം പഠിപ്പിക്കും. പറഞ്ഞ ഈ ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ, ഇലുസ്ട്രേറ്റർ, പ്രീമിയർ പ്രോ എല്ലാം പഠിപ്പിച്ചു. VFX, ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പ്രീമിയർ പ്രോയിൽ പഠിപ്പിച്ചു. ഇപ്പൊ എന്താ, ഞാനിപ്പോ 1 month ആയി ഇവിടെ കയറിയിട്ട്. 1 month മുമ്പ് കഴിഞ്ഞതാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയായിരുന്നോ?
സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു. എങ്ങനെയായിരുന്നു കിട്ടിയ? സോഫ്റ്റ് കോപ്പി ആയിരുന്നോ ഹാർഡ് കോപ്പി ആയിരുന്നോ? നിലവിൽ സോഫ്റ്റ് കോപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. 3 മാസത്തെ ട്രെയിനിങ് കൂടി കഴിയുമ്പോഴാണല്ലോ ഹാർഡ് കോപ്പി. ആണല്ലേ, ഓക്കെ. അപ്പൊ ഈവൻ നമ്മുടെ ട്രെയിനിങ്ങിന് ശേഷമുള്ള നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ ഒരു ജേർണി നമ്മൾ പറയും 3 മാസം ക്ലാസ്, 3 മാസം ഇന്റേൺഷിപ്പ്, ജോലി കിട്ടിയിട്ട് പണം അടിച്ചാൽ എന്നൊക്കെ പറയും. ഇപ്പൊ 3 മാസം ഇന്റേൺഷിപ്പ് ഇപ്പൊ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആണ്. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഇവരുടെ ഒരു ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു സിരാജെ? ആരുടെ ഇന്റർവ്യൂ ആണ്? അതായത് ഇന്ററാക്ഷന്റെ ആണോ അതോ അവോധയുടെ? മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെയായിരുന്നോ ചോദിച്ചൊക്കെ? അതെ. വേറെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആണല്ലേ, ഓക്കെ. അപ്പം സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമില്ല. അവോധ തിരക്കേടില്ല അല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം അവോധയിലേക്ക് ഇനി പുതിയതായിട്ട് വരുന്ന ഒരാളോട് എന്താണ് അവോധിയൻ സിരാജ് എന്ന് പറയാനുള്ളത്? ഓക്കെ, അവോധ നമ്മൾ അതിന് ടൈം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചർ അവധിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും സജഷൻസോ ഇംപ്രൂവ്മെന്റ് വേണം എന്നൊക്കെ തോന്നുന്ന ഏതെങ്കിലും ഫീൽഡ് ഉണ്ടോ? കാരണം പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഉണ്ടാവുമല്ലോ, പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നിലവില് എനിക്ക് തോന്നുന്നു 24/7 നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? ഓഫീസ് ടൈമിൽ മാത്രമേ ഉള്ളൂ കസ്റ്റമർ സപ്പോർട്ട്. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ചിലപ്പോ ചിലവര് വർക്ക് ചെയ്യണതിന്റെ ഇടയിൽ പഠിക്കുന്നവരായിരിക്കും. അപ്പൊ ചിലപ്പോൾ രാത്രി ആയിരിക്കാം അവർക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ടാവുക. രാത്രി എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കപ്പൊ തന്നെ വിളിച്ച് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഫൈൻ. എന്തായാലും ഞാൻ ഈ ഒപ്പീനിയൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു 24 hours ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്തായാലും എനിക്കറിയില്ല, ഞാനത് ഞാൻ സമയം നോക്കിയ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഓഫീസ് ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. അവോധയുടെ കൂടെ നിന്നതിനും അവോധ ചൂസ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ആ ഫ്രണ്ട് ഇപ്പൊ എന്ത് ചെയ്യാണ് കൂടെ ജോയിൻ ചെയ്ത്? അവന് നിലവിൽ അവന് കോഴ്സ് സ്വിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്വിച്ചിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കണം. അവൻ അധികം കംപ്ലീറ്റ് അവന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കയറിയത്. ആണല്ലേ, നമുക്ക് ഫ്രീ സ്വിച്ചിങ് ഉണ്ട്, പിന്നെ ഫ്രീ എക്സ്റ്റൻഷനും ഉണ്ട്. അതെ. ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും അന്വേഷിച്ചെന്ന് പറയാം. ബൈ, ടേക്ക് കെയർ. ശരി, താങ്ക് യു.